നീണ്ട 15 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം പറശ്ശിനിക്കടവ് മുത്തപ്പ സന്നിധിയിലേക്കൊരു യാത്ര. ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയും ഉണ്ടായിരുന്നു. ജീവിതത്തിൽ ആദ്യമായി പറശ്ശിനിക്കടവിലെ മുത്തപ്പനെ നേരിട്ട് ദർശിക്കാനുള്ള ഭാഗ്യം ലഭിക്കുമെന്ന പ്രതീക്ഷ. രാവിലെ 7 മണിക്ക് ഞങ്ങൾ യാത്ര തുടങ്ങി. പഴയ കാലത്ത് വീടിൻ്റെ മുന്നിൽ നിന്ന് തന്നെ പറശ്ശിനിക്കടവിലേക്ക് നേരിട്ട് ബസ് കിട്ടുമായിരുന്നു. അന്ന് ഏകദേശം 2 മണിക്കൂർ എടുക്കുമായിരുന്നു എത്താൻ. ഇന്ന് റോഡ് സൗകര്യങ്ങൾ വളരെയധികം മെച്ചപ്പെട്ടതുകൊണ്ട് യാത്ര വളരെ സുഖകരമായി. തലശ്ശേരി മാഹി ബൈപ്പാസ് റോഡിലൂടെ നീണ്ടുപോകുന്ന യാത്ര മനോഹരമായിരുന്നു. വഴിയൊട്ടാകെ തെരഞ്ഞെടുപ്പ് കാലത്തിൻ്റെ നിറപ്പകിട്ടിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചരണ ബോർഡുകൾ. റോഡരികിൽ തലകുനിച്ച് നിൽക്കുന്ന കൊന്നമരങ്ങൾ, മാമ്പഴങ്ങൾ, ഇടയ്ക്കിടയ്ക്ക് പുഴകളും പാലങ്ങളും, കൂടെ പ്രഭാത സൂര്യനും ഞങ്ങളോടൊപ്പം സഞ്ചരിക്കുന്നതുപോലെ തോന്നി. യാത്ര മുഴുവൻ എന്നെ അത്ഭുതപ്പെടുത്തിയത് നമ്മുടെ നാട്ടിലെ ഈ മികച്ച റോഡ് സൗകര്യങ്ങൾ തന്നെയാണ്. തലശ്ശേരിയിൽ നിന്ന് 45 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ പറശ്ശിനിക്കടവിലെത്തി. ക്ഷേത്രനടയിൽ നിന്ന് കാണാവുന്ന പുതിയ പറശ്ശിനിക്കടവ് പാലം മടപ്പുരയ്ക്ക് ലഭിച്ച വലിയൊരു അനുഗ്രഹം തന്നെയാണ്. കണ്ണൂർ, ഇരിക്കൂർ എന്നിവിടങ്ങളിൽ നിന്നെത്തുന്ന ഭക്തർക്കു യാത്ര വളരെ എളുപ്പമാക്കിയിരിക്കുന്നു ഈ പാലം. പാലത്തിൽ നിന്ന് കാണുന്ന മുത്തപ്പൻ മടപ്പുരയുടെ ദൃശ്യം അതിമനോഹരം. മടപ്പുരയിലെത്തുന്ന 100 കണക്കിന് വാഹനങ്ങളെ ഉൾക്കൊള്ളാൻ പഞ്ചായത്ത് ഒരുക്കിയ ബസ് സ്റ്റാൻഡും പാർക്കിംഗ് സൗകര്യങ്ങളും ഭക്തർക്കു ഏറെ സഹായകരമാണ്. അങ്ങനെ ഞങ്ങൾ മുത്തപ്പ സന്നിധിയിലേക്ക് നടന്നു. നടപ്പാതയുടെ ഇരുവശങ്ങളിലും ചെറിയ കടകൾ. അവിടെ മുത്തപ്പൻ്റെ മനോഹരമായ പ്രതിമകളും ചിത്രങ്ങളും മാലകളും പൂജാസാധനങ്ങളും കാണാം. തിരുമുറ്റത്തു കയറുമ്പോൾ തന്നെ ചെണ്ടമേളങ്ങളുടെ നാദം. മുത്തപ്പനും തിരുവപ്പനും കെട്ടിയാടുന്ന വിശുദ്ധ നിമിഷം. ആദ്യം കൈകാലുകൾ ശുദ്ധീകരിക്കാൻ പുഴയിലേക്കിറങ്ങി. പിന്നെ നേരെ മുത്തപ്പ സന്നിധിയിലേക്ക്. പറശ്ശിനിക്കടവ് മടപ്പുരയിൽ ഭക്തരുടെ മുന്നിൽ വെള്ളാട്ടവും തിരുവപ്പനും എന്ന 2 തിരുരൂപങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഐതിഹ്യപ്രകാരം മത്സ്യകിരീടമണിഞ്ഞ തിരുവപ്പൻ മഹാവിഷ്ണുവിനെയും ജടയിൽ ചന്ദ്രക്കലയണിഞ്ഞ വെള്ളാട്ടം പരമശിവനെയും പ്രതിനിധീകരിക്കുന്നു. വാദ്യമേളങ്ങളുടെ മുഴക്കത്തിനിടെ തിരുരൂപം എഴുന്നള്ളിച്ച ശേഷം ഭക്തിനിർഭരമായ തിരുനൃത്തം നടക്കുന്നു. തുടർന്ന് ഭക്തന്മാരെ അടുത്തേക്ക് വിളിച്ചു അനുഗ്രഹിക്കുന്ന മുത്തപ്പൻ്റെ ദർശനം. പലരും സ്വന്തം പ്രശ്നങ്ങളും പ്രാർത്ഥനകളും പങ്കുവയ്ക്കുമ്പോൾ കണ്ണു നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചകൾ ഇവിടെ സാധാരണമാണ്. ദക്ഷിണ സമർപ്പിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. മടപ്പുരയുടെ കവാടത്തിന് ഇരുവശത്തും മുത്തപ്പൻ്റെ വാഹനമായ നായ്ക്കളുടെ ശില്പങ്ങൾ കാണാം. ഐതിഹ്യപ്രകാരം മുത്തപ്പൻ യാത്ര ചെയ്യുമ്പോൾ നായ്ക്കൾ അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നതായി പറയപ്പെടുന്നു. അതുകൊണ്ടുതന്നെ ഇവിടെ നായ്ക്കളെ വളരെ ആദരവോടെ കാണുന്നു. ഇവിടെ പ്രധാനമായ വഴിപാടുകളിൽ തിരുവപ്പന, കരിങ്കലശം, ഊട്ടും വെള്ളാട്ടം, പയങ്കുറ്റി വെള്ളാട്ടം, വിളക്കുംമാല, ചോറൂണ് തുടങ്ങിയവ ഉൾപ്പെടുന്നു. മുത്തപ്പൻ്റെ പ്രസാദമായി വേവിച്ച പയർ, തേങ്ങാപ്പൂളും ചായയും എല്ലാ ദിവസവും രാവിലെ 7:30 മുതൽ രാത്രി 8 മണി വരെ ഭക്തർക്കു വിതരണം ചെയ്യുന്നു.
കുട്ടികൾക്കുള്ള ചോറൂണ് വഴിപാട് രാവിലെ 7:30 മുതൽ വൈകുന്നേരം 4 മണി വരെ നടത്താം. പറശ്ശിനിക്കടവിലെ കുട്ടികളുടെ ചോറുണ്ണൽ ഒരു ഭക്തി നിറഞ്ഞ മനോഹര അനുഭവമാണ്. മുത്തപ്പൻ്റെ സന്നിധിയിൽ നടക്കുന്ന ഈ ചോറുണ്ണൽ ചടങ്ങ് കുടുംബങ്ങൾക്ക് വലിയൊരു ആത്മീയ സന്തോഷം നൽകുന്ന നിമിഷമാണ്. കുഞ്ഞുങ്ങളെ അണിഞ്ഞൊരുങ്ങിച്ച് മാതാപിതാക്കൾ മുത്തപ്പൻ്റെ അനുഗ്രഹം തേടി സന്നിധിയിലെത്തിക്കുന്നു. ആചാരപ്രകാരം കുഞ്ഞിന് ആദ്യമായി അന്നം കൊടുക്കുന്ന ആ നിമിഷം എല്ലാവർക്കും ഏറെ സന്തോഷവും അഭിമാനവും നിറഞ്ഞതായിരിക്കും. മുത്തപ്പൻ്റെ കൃപ ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ കുഞ്ഞിന് ആദ്യമായി ചോറ് കൊടുക്കുമ്പോൾ ചുറ്റും നിൽക്കുന്ന ബന്ധുക്കളുടെയും ഭക്തരുടെയും മുഖങ്ങളിൽ ഒരു പ്രത്യേക സന്തോഷം കാണാം. പറശ്ശിനിക്കടവിൻ്റെ ആത്മീയ അന്തരീക്ഷവും മുത്തപ്പൻ്റെ സാന്നിധ്യവും ചേർന്ന് ആ നിമിഷത്തെ കൂടുതൽ വിശിഷ്ടമാക്കുന്നു. കുഞ്ഞിൻ്റെ ആദ്യ അന്നം എന്ന ഈ ചെറിയ ചടങ്ങ് കുടുംബത്തിന് ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കപ്പെടുന്ന ഒരു അനുഭവമായി മാറുന്നു. മുത്തപ്പൻ്റെ അനുഗ്രഹത്താൽ കുഞ്ഞ് ആരോഗ്യത്തോടെയും ഐശ്വര്യത്തോടെയും വളരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ചോറുണ്ണൽ ചടങ്ങ് എല്ലാവരുടെയും മനസ്സിൽ ഒരു പുണ്യ നിമിഷമായി പതിഞ്ഞു നിൽക്കും. ദർശനത്തിന് ശേഷം ഞങ്ങൾ വളപട്ടണം പുഴയിലൂടെ ബോട്ട് സവാരി പോകാൻ തീരുമാനിച്ചു. കണ്ണൂരിൻ്റെ പ്രകൃതി ഭംഗി തൊട്ടറിയാൻ കഴിയുന്ന മനോഹരമായ അനുഭവം തന്നെയാണിത്. വിനോദസഞ്ചാര വകുപ്പിൻ്റെയും സ്വകാര്യ വ്യക്തികളുടെയും വിവിധ ബോട്ടുകൾ ഇവിടെ ലഭ്യമാണ്. ഞങ്ങൾ 6 പേർ ആയതിനാൽ 500 രൂപയ്ക്ക് ഒരു പ്രൈവറ്റ് ഫാമിലി ബോട്ട് എടുത്തു. വളപട്ടണം പുഴയിലൂടെ വിശാലമായ ജലപ്പരപ്പിലൂടെ നീങ്ങുമ്പോൾ ഇരുവശങ്ങളിലും കണ്ടൽക്കാടുകൾ, പക്ഷികളുടെ ശബ്ദങ്ങൾ, ശാന്തമായ പ്രകൃതി ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. പുഴക്കരയിലെ ചെറിയ വീടുകളും മീൻപിടുത്തക്കാരുടെ വള്ളങ്ങളും ഗ്രാമീണ ഭംഗിയുടെ മനോഹര ദൃശ്യങ്ങൾ സമ്മാനിക്കുന്നു. വളപട്ടണം പുഴയിൽ നിന്നുള്ള മടപ്പുരയുടെ ദൃശ്യം വളരെ മനോഹരമാണ്. അന്നദാനം മഹാദാനം എന്ന ആശയം പൂർണ്ണമായും സാക്ഷാത്കരിക്കുന്ന സ്ഥലം. ഇവിടെയെത്തുന്ന എല്ലാ ഭക്തർക്കും സൗജന്യമായി ഭക്ഷണം നൽകുന്നു. ലളിതവും രുചികരവുമായ കേരളീയ ഭക്ഷണം ഇവിടെ ലഭിക്കും. തിരക്കുള്ള സമയങ്ങളിലും വളരെ ക്രമബദ്ധമായി ഭക്ഷണം വിളമ്പുന്ന ജീവനക്കാരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും സേവനം അതിശയകരമാണ്.
ദർശനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വഴിയോരത്ത് ചെറിയ കടകൾ നിരന്നു നിൽക്കുന്നത് കാണാം. അവിടെ മുത്തപ്പൻ്റെ ഫോട്ടോകൾ, മാലകൾ, പൂജാസാധനങ്ങൾ കൂടാതെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കളിപ്പാട്ടങ്ങളും ചെറിയ സ്മരണികളും ലഭ്യമാണ്. യാത്രയുടെ ഓർമ്മയായി കുറച്ച് സാധനങ്ങൾ ഞങ്ങളും വാങ്ങി. ഈ ചെറിയ ഷോപ്പിംഗ് അനുഭവവും യാത്രയെ കൂടുതൽ മനോഹരമാക്കി. ഇങ്ങനെ വിശ്വാസവും പ്രകൃതിയും കുടുംബസ്നേഹവും ഒത്തുചേർന്ന ഒരു മനോഹരമായ ദിനം. മുത്തപ്പൻ്റെ അടുത്ത വിളിക്കായി കാതോർത്തുകൊണ്ട് വീണ്ടും കാണാം. നന്ദി.